നേരത്തെ കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി നേരിടുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ്. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ മുന്നിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും രാഹുൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. MLA ഓഫീസ് പൂട്ടിയ നിലയിലാണെന്ന് മനസ്സിലാക്കുന്നു. DCCയിലെ ആളുകൾക്കെങ്കിലും അറിയുമോ രാഹുൽ എവിടെയാണെന്ന്? ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഇപ്പോൾ? രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ ഓഡിയോ വന്ന സമയത്തും അതിന് തുടർച്ചയായി എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ കേസ് എടുത്തു അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോയി എന്ന് കണ്ടതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകളും ഫോൺ എടുക്കുന്നില്ല. ചില ആളുകൾക്ക് എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും MLA ഓഫീസ് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹം ഏതാനും സമയങ്ങൾക്ക് മുൻപ്, അതായത് ഈ വാർത്ത വന്ന ഉടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വളരെ ഹ്രസ്വമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിൽ പറയുന്നത് കുറ്റം ചെയ്തിട്ടില്ലെന്ന ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും എന്നുള്ളതാണ്. സണ്ണി ജോസഫ് പ്രതികരിക്കുന്നു. സാജിദ്, സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതൊന്നും ഇതുകൊണ്ട് മറച്ചുപിടിക്കാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറെ നാളായിട്ട് കേരളത്തില് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം കുറെ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിന്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. ജോസഫിന്റെ പ്രതികരണമാണ് കണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ രാഹുലിനെതിരായിട്ടുള്ള നടപടികൾ അത് താമസിക്കുന്നു എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം അതിനിടയിൽ കൂടി പറയുകയുണ്ടായി. ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊപ്പമാണ് ഇപ്പോൾ മറ്റൊരു അന്വേഷണത്തിലേക്ക്, കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി കോൺഗ്രസ് തീരുമാനിച്ച് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിനനുസരിച്ചായിരിക്കും എന്ത് വകുപ്പ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും കോൺഗ്രസ് കടക്കുകയെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സണ്ണി ജോസഫ് ആവർത്തിക്കുകയായിരുന്നു. സാജിദ് വീണ്ടും ചെയ്യുന്നുണ്ട്.